നമ്മൾ കുറച്ച് നാളെ നമ്മുടെ മിന്നു മുനീർ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് നല്ലൊരു വിശേഷം വന്നിട്ടുണ്ട് ഗൈസ്, അറിയിക്കാനായിട്ട് വന്നതാണ്. അറിഞ്ഞില്ലേ? ഇല്ല. എന്നവാ 50 രൂപ തന്നാ മതി. എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. ഇവനൊക്കെ വിചാരിച്ച എന്നെ ഡിമ്മാക്കാൻ പറ്റുമോ? ആ, ഞാൻ മിനുവാ. പുലിയാന്ന് പറയുന്നില്ല, മിനു തന്നെ. എന്തുകൊണ്ടും പറഞ്ഞു പോക്സിയോ കീക്സിയോ കൂക്സിയോ എന്തുകൊണ്ടും പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. പക്ഷെ ചേച്ചിക്ക് നൈസായിട്ടൊരു പണി പാളിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാല്, ചേച്ചിക്കെതിരെ ചേച്ചിയുടെ ഒരു റിലേറ്റീവ് രംഗത്ത് വന്നായിരുന്നു. ഈ പെൺകുട്ടി മൈനർ ആയിരിക്കുന്ന സമയത്ത് ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് ചെന്നൈ പോയി. ചെന്നൈ ചെന്നിട്ട് അവിടത്തുള്ള സിനിമാക്കാർക്ക് കാഴ്ച വെച്ചു എന്നാണ് പരാതി. അത് ശരി, ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ സംഭവാമി. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇവള് ഫേക്ക് ആണെന്നും പറഞ്ഞ് ഈ പെണ്ണിന്റെ ഫോട്ടോ അടക്കമുള്ള സാധനം എടുത്ത് ഇവരുടെ ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. ഒരു പ്രത്യേക സ്വഭാവ, മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാണ്. ഈ പെണ്ണ് ഇതിനെതിരെ കൊണ്ടുപോയി ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നും പറഞ്ഞ് ഇതിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. ആ കേസിന് ചേച്ചി ഒരു മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ജാമ്യം ഒന്ന് തള്ളി. പൂവേ പൂവേ താഴം പൂവേ ചിമ്മിന്നു ചേച്ചിയൂതി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്നെ തൊഴിൽ പോയില്ലേ? സിദ്ധിയൊക്കെ ഒളിവിൽ പോയതിന്റെ കൂട്ടി ചേച്ചി ഇനി ഒളിവ് വല്ലോ പോവോ? ചേച്ചി എവിടെ പോയി ഇരിക്കും? ഒളിവിൽ പോവാണെങ്കിൽ കുറെ കഷ്ടപ്പെടേണ്ടി വരും. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അടുത്താണ് ആകപ്പാടെ 2 സിനിമയിൽ അഭിനയിച്ചു എന്ന് അവകാശപ്പെടുന്നു. അവർ പോലും അവകാശപ്പെടുന്നത് 2 സിനിമയിൽ അഭിനയിച്ചു എന്നാണ്. അവര് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. കാര്യം നമ്മൾ അത്ര മണ്ടന്മാരായതുകൊണ്ട് അത് വിശ്വസിക്കാതിരിക്കും. അവർ പറയുകയാണ്, മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു, 2 മന്ത്രിമാർ പീഡിപ്പിച്ചു, 17 ഭരണകക്ഷി എംഎൽഎമാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അയ്യേ, അതൊരു ചാനലാ. ചീള കേസ്. ഇത് തന്നെയാണ് ചേച്ചിയെ കാണുമ്പോൾ എല്ലാരും പറയുന്നത്, എവളൊരു പെണ്ണാണ് ചീള് കേസ്. വല്ല കാശും വാങ്ങിച്ചിട്ടുണ്ടാകും എല്ലാവരുടെ കയ്യിൽ നിന്ന്. മുകേഷിന്റെന്നോ ബാലേന്ദ്രമേനോ എന്നൊക്കെ വല്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. മുകേഷ് പൈസ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നു ചേച്ചിക്ക് പണ്ട് മുകേഷ് പൈസ തന്നേനെ. അങ്ങനെ പൈസ കൊടുത്തായിരുന്നു ചേച്ചി ഇപ്പൊ ഇവിടെ വന്നിരുന്ന ഈ മുകേഷിന്റെ പേരൊന്നും പറയത്തില്ലായിരുന്നല്ലോ. ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. വാണി വിഷ്ണുവിന് ശേഷം മലയാളത്തിലെ ഒരു പൗരുഷമുള്ള സ്ത്രീയായിട്ട് വളർന്നു വരാൻ സിനിമാക്കാർ അനുവദിച്ചില്ല. അതുകൊണ്ട് മരിച്ചു പോയ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഗൈസ് നമ്മുടെ മിന്നു മുനീർ ചേച്ചി. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അതിനാണ് ഒരു ഭാഗ്യം കിടക്ക് വേണം. ചേച്ചി ആർക്കും വഴങ്ങി കൊടുക്കാത്തതിന്റെ പേരിൽ ചേച്ചിക്ക് അവസരം കിട്ടിയില്ല. നല്ല ചേച്ചി ഇല്ലേ? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ഇപ്പൊ ന്യൂസ് ചാനലിനകത്ത് ചേച്ചിയുടെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് എഴുതി കാണിക്കേണ്ട അവസ്ഥയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. കാലത്തിന്റെ ഒരു പോക്കെ. അതെ മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. ഒരിക്കലും ഞാൻ ഒരു പുരുഷന്മാരെയും ഭാര്യമുള്ള ഒരു പുരുഷന്മാരോട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആകത്തില്ല. അപ്പൊ ഇതാണ് ഗൈസ് മിന്നു ചേച്ചിയുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ജനിക്കാതെ പോയ വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ മിന്നു ചേച്ചി. എന്തായാലും ഹേമ കമ്മിറ്റി വന്നതോടുകൂടി നമുക്ക് തിരികെ കിട്ടിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്.